വിളിച്ചാലോ ഒന്ന് ആലോചിക്കായിരുന്നു. അത് ചുമ്മാ എന്നെ കണ്ടപ്പോ പറഞ്ഞല്ലേ. അല്ലടാ, ഞാനോ ട്രിപ്പ് പോവാ. ട്രിപ്പോ? ആടാ, ഒരു ട്രിപ്പ്, ഒരു 2 ദിവസം. പെട്ടെന്നെന്താ ഇങ്ങനൊരു ട്രിപ്പ്? ടുഡേ ഈസ് മൈ ഹാപ്പിയസ്റ്റ് ഡേ. കാരണം എന്താണെന്നറിയോ? കഴിഞ്ഞ കുറെ ദിവസമായിട്ട് ഞാൻ പറഞ്ഞില്ലേ, മദ്യപിച്ചിട്ട് എനിക്കൊരു ലഹരി കിട്ടുന്നില്ല എന്ന് പറഞ്ഞില്ലേ. ടുഡേ, ഇന്ന് അതെനിക്ക് തിരിച്ചു കിട്ടി. ഞാനിന്ന് മദ്യപിച്ചു. എന്തിനായിട്ടാ? എന്തിനാ വീണ്ടും ഇങ്ങനെ മദ്യപിക്കാൻ പോയേ? അതങ്ങ് നിർത്തിക്കളയായിരുന്നില്ലേ? നോ ആരതി, അങ്ങനെ മാത്രം പറയരുത്. അതൊക്കെ നമ്മുടെ സ്വന്തം സന്തോഷമല്ലേ. എനിവേ, അപ്പൊ ഞാൻ തീരുമാനിച്ചു, എവിടേക്കെങ്കിലും ഒരു ഔട്ടിങ്, എവിടേക്കെങ്കിലും ചെന്ന് ഒരു മുറിയൊക്കെ എടുത്ത് മദ്യപിച്ച് ഈ ലോകവുമായിട്ട് ഒരു ബന്ധമില്ലാതെ അങ്ങ് പോണം. അതെ, നീ വരണ്ട. നീ വന്നാ ശരിയാവില്ല. നീ നിന്റെ അസുഖമൊക്കെ കഴിഞ്ഞ് റെസ്റ്റ് ആവുന്നേലേ ഉള്ളൂ. നീ ഇവിടെ അച്ചുകൊന്തനായിട്ട് വീട്ടിലിരിക്കും. ഞാൻ പോയിട്ട് കറങ്ങിട്ട് വരാം. ഏട്ടൻ വീണ്ടും മദ്യപിക്കുമെന്ന് ഞാൻ കരുതിയില്ല. അങ്ങനെ കരുതാത്ത ഒരാൾ കൂടെ ഉണ്ട്. നന്ദിനി, മൈ വൈഫ്. അതുകൊണ്ട് ആരതി നന്ദിനിയുടെ അടുത്ത് പോയി ഡിസ്കസ് ചെയ്യാൻ നിൽക്കണ്ട. എന്തിനാ വെറുതെ ഒരാളുടെ മനസ്സ് വേദനിപ്പിക്കുന്നത്? പക്ഷേ ഞാൻ ഹാപ്പിയാണ്. എന്നാ പിന്നെ ഞാൻ ഇറങ്ങട്ടെ. ടാറ്റാ. അതെ, ഞങ്ങൾ വന്ന വേറൊരു കാര്യം പറയാനാ. അതെന്താ? ഞങ്ങളൊരു യാത്രയുടെ കാര്യം പറയാനാ വന്നേ. നിങ്ങൾ എവിടെ പോവാ? ഞങ്ങളൊരു റിസോർട്ടിലേക്ക് പോകുന്നു. റിസോർട്ടിലേക്കോ? യതീന്ദ്ര സാറിനോട് ലീവിന്റെ കാര്യം പറയാനാ വന്നത്. അപ്പോ സാറ് പറഞ്ഞു ഏട്ടനും നന്ദിനിയും വരുന്നുണ്ടെങ്കിൽ നിങ്ങളെയും കൂട്ടിക്കൊണ്ട് പോകാനായിട്ട്. അതും ശരിയാവില്ല. അതെ, നിങ്ങൾ റിസോർട്ടിൽ പോകുന്ന ആഘോഷിക്കാനാ. ഞാൻ പോകുന്നതേ അടിച്ച് കോൺ തിരിഞ്ഞ് ഒരു മൂല കിടക്കാൻ. അതെ, നമ്മൾ തമ്മിൽ കൂട്ടുമുട്ടുകയേ ഇല്ല. നെവർ നെവർ.